നമസ്കാരം. ഹൃദയാഘാതത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രിയും CPM മുതിർന്ന നേതാവുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. പട്ടത്തെ SUT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് അദ്ദേഹം ചികിത്സയിൽ കഴിയുന്നത്. വിശദമായ മെഡിക്കൽ ബോർഡ് യോഗം അല്പസമയത്തിനകം ചേരും. അച്യുതാനന്ദന്റെ കുടുംബാംഗങ്ങളും പങ്കെടുക്കുന്ന യോഗത്തിൽ തുടർ ചികിത്സ സംബന്ധിച്ച് തീരുമാനമെടുക്കും. നിലവിലെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി തുടർ ചികിത്സകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ തീരുമാനിക്കും. കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് VS അച്യുതാനന്ദനെ തിരുവനന്തപുരത്തെ SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വിവിധ വകുപ്പുകളിലെ ഡോക്ടർമാരുടെ സേവനം 24 മണിക്കൂറും VSന് നൽകുന്നുണ്ട്. VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലായിട്ടില്ല. ശാരീരിക സ്ഥിതി കൂടി കണക്കിലെടുത്ത് ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ഡയാലിസിസ് നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, K കൃഷ്ണൻകുട്ടി എന്നിവരും മുതിർന്ന CPM നേതാവ് PK ഗുരുദാസൻ, EP ജയരാജൻ, PK ശ്രീമതി അടക്കമുള്ളവരും ആശുപത്രിയിലെത്തി VS അച്യുതാനന്ദനെ സന്ദർശിച്ചിരുന്നു. മെഡിക്കൽ ഉപകരണങ്ങളുടെ സഹായമില്ലാതെ VS സ്വയം ശ്വസിച്ചു തുടങ്ങിയതായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന VK ശശിധരൻ സാമൂഹിക മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം കുറിച്ചിരുന്നു. വെന്റിലേറ്ററിന്റെ സഹായം ഇപ്പോൾ ആവശ്യമായി വരുന്നില്ലെന്നായിരുന്നു അദ്ദേഹം അറിയിച്ചത്. 2 ആഴ്ച മുൻപാണ് 101 വയസ്സുകാരനായ VS അച്യുതാനന്ദനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.